എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബിബി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരമ്മ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. വൈശാഖ മഹോത്സവം കൂടാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 6:45 ഏറ്റുമാനൂരിൽ ഇറങ്ങിയതാണ്. ഒരു 5:30 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ വരുന്ന പാടെ തന്നെ ഇവിടുന്ന് കുളിച്ച് വേണം അക്കരെ അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ്. നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാം. കൊട്ടിയൂർ അമ്പലത്തിൽ എല്ലാവരും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. മഹാദേവൻ ദക്ഷൻ്റെ യാഗസ്ഥലം തകർക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തൊരു കഥ. അങ്ങനെ യാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ മഹാദേവൻ്റെ സ്വയംഭൂ പ്രതിഷ്ഠ കൂടിയാണ്. ഇതാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായിട്ടാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. വടക്ക് അക്കരെ കൊട്ടിയൂരും തെക്ക് ഇക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂർ ഉത്സവ സമയത്ത് മാത്രമേ പ്രവേശനവും പൂജാതി കർമ്മങ്ങളും ഉള്ളൂ. ഇക്കരെ കൊട്ടിയൂർ സ്ഥിരക്ഷേത്രമാണ്. ഒരുപാട് സമയം ക്യൂ നിന്ന് വേണം ഭഗവാനെ തൊഴാനായിട്ട്. ഞങ്ങളെല്ലാവരും ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോയ രമചേച്ചി എല്ലാ വർഷവും പോകുന്നതുകൊണ്ട് രമചേച്ചിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇത്രയും സമയം കുട്ടികളായിട്ട് ക്യൂ നിൽക്കണ്ട, നമുക്ക് അതുവഴി പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇപ്പുറത്തെ പാലം വഴി മണിത്തറയുടെ അടുത്തുള്ള കൗണ്ടറിൽ പാസ് എടുക്കാനായിട്ട് ചെന്നു. എന്നാൽ ഒരു പാസ് മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചുള്ളൂ. കാരണം എല്ലാവർക്കും അവിടെ പാസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ തൊഴുന്നതല്ലേ, നിങ്ങളെന്നാൽ പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു. അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം എനിക്കും അദ്വിക്കും അപ്പൂനും ശകലം പോലും നേരം ക്യൂ നിൽക്കാതെ തന്നെ ഒരു ഒറ്റ വരി മാത്രം നിന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഭഗവാനെ കണ്ട് തൊഴുതു. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. ഒരു വ്യക്തമായി പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ ചെല്ലണമെന്ന് കൊട്ടിയൂരപ്പൻ നിശ്ചയിച്ചിരുന്ന പോലെ തോന്നി തൊഴുതിറങ്ങിയപ്പോൾ. അത്രയും അനുഗ്രഹമായിരുന്നു. നമ്മൾ തൊഴുതിറങ്ങിയിട്ട് വെള്ളത്തിൽ കൂടിയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ മുൻജന്മ പാപങ്ങളൊക്കെ കഴുകി പോയ പോലത്തെ തോന്നുമെന്നല്ല, കഴുകി പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയ്ക്ക് അനുഗ്രഹീതമാണ്. ഞങ്ങളവിടെ നിന്ന് തൊഴുതിറങ്ങി എപ്പോഴും ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുത് ഇക്കരെ കൊട്ടിയൂരപ്പനെ തൊഴാനായിട്ട് എത്തിയതാണ്. ഇവിടുത്തെ ഭക്തജനത്തിற்கு പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ.